ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ കമ്പനീസ് ആക്ട് മൊഡ്യൂളിലെ കമ്പനി എന്താണ്, അതുപോലെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ദി കമ്പനിയാണ്. അപ്പോൾ ഇന്ന് കമ്പനി, അതിൻ്റെ ഡെഫിനിഷൻ, മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കമ്പനി എന്നുള്ളത് ആദ്യം നോക്കാം. കമ്പനിയുടെ ഒരു മീനിങ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ദി ടേം കമ്പനി മീൻസ് എൻ അസോസിയേഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഹു ഹാവ് കം ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്, ദാറ്റ് ഈസ് ടു ഡു ബിസിനസ് ആൻഡ് ഏൺ പ്രോഫിറ്റ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, ദി ടേം കമ്പനി മീൻസ് ആൻ അസോസിയേഷൻ. അസോസിയേഷൻ മീൻസ് അതൊരു കൂട്ടമായ ഒരു ഓർഗനൈസേഷനാണ്. അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പം ഇതൊറ്റയ്ക്കുള്ള ഒരാളല്ല. കമ്പനി എന്ന് പറയുന്നത് ഒരു കൂട്ടം, ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടുള്ളൊരു സ്ഥാപനമാണ്. സോ ദി ടേം കമ്പനി മീൻസ് എൻ അസോസിയേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഹു ഹാവ് കം ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നത് ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇതിൻ്റെ മീനിങ്ങിൽ പറയുന്നത്. So they have come together for a common purpose, that is to do business and earn profit. ആ പർപ്പസ് എന്താണെന്ന് പറയുന്നത് ടു ഡു എ ബിസിനസ്, ഒരു ബിസിനസ് ചെയ്യാനും അതിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് ചേർന്ന് ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനും അതുപോലെ ബിസിനസ് ചെയ്യാനും ഒത്തുകൂടുന്ന ഒരു സ്ഥാപനമാണ് കമ്പനി എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ മീനിങ്ങിൽ പറയുന്നത്. ദി ടേം കമ്പനി മീൻസ് എൻ അസോസിയേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഹു ഹാവ് കം ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്, ദാറ്റ് ഈസ് ടു ഡു ബിസിനസ് ആൻഡ് ഏൺ പ്രോഫിറ്റ്. അപ്പം ഒരു കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഈ പറഞ്ഞതാണ്. അപ്പം ഇനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. ഡെഫിനിഷൻ ഓഫ് എ കമ്പനി സെക്ഷൻ 2 പറയുന്നത്, കമ്പനീസ് ആക്ടിൽ പറയുന്നത്, എ കമ്പനി മീൻസ് എ കമ്പനി which is to incorporated under this act or under any previous companies act. സിമ്പിളായിട്ടാണ് പറയുന്നത്. സെക്ഷൻ 2 കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്. അണ്ടർ ദിസ് ആക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനീസ് ആക്ട് 2013 ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കമ്പനീസ് ആക്ട്. 1956 ആയിരുന്നു കമ്പനീസ് ആക്ട് ആദ്യത്തെ. 1956 ആണ്. അതിനുശേഷം അത് ഭേദഗതി വരുത്തിയിട്ടാണ് 2013 ആയത്. അപ്പോൾ എ കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്. അണ്ടർ ദിസ് ആക്ട് മീൻസ് 2013 ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനീസ് ആക്ട്, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ഏതെങ്കിലും ഒരു കമ്പനീസ് ആക്ടിൽ ഇൻകോർപ്പറേറ്റ് രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്നതായിരിക്കണം. അതാണ് ഡെഫിനിഷൻ ഓഫ് ദി കമ്പനിയിൽ പറയുന്നത്. പിന്നെ ഡെഫിനിഷൻ ഓഫ് ദി കമ്പനി ആസ് ഗിവൺ ബൈ ലോർഡ് ജസ്റ്റിസ് ലിൻലി. ലോർഡ് ജസ്റ്റിസ് ലിൻലി എന്ന ഒരാൾ തന്നിട്ടുള്ള ഡെഫിനിഷനാണ് ഇത്. എ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ടഡ് മണി ഓർ മണീസ് വർത്ത് ടു എ കോമൺ സ്റ്റോക്ക് ആൻഡ് എംപ്ലോയ് ഇറ്റ് ഇൻ സം ട്രേഡ് ഓർ ബിസിനസ് ആൻഡ് ഹു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറൈസിങ് ദെയർ ഫ്രം. ഇവിടെയും പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കമ്പനി എന്ന് പറയുന്നത് ഇതൊരു അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ ആണ്. ഒരുപാട് ആൾക്കാർ കൂടി ചേർന്ന ഒരു അസോസിയേഷനാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. ഹു കോൺട്രിബ്യൂട്ടഡ് മണി ഓർ മണീസ് വർത്ത്, ഒന്നെങ്കിൽ ക്യാഷായിട്ടോ അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായിട്ടുള്ള അസറ്റുകളോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പം അതിലേക്ക് കൊണ്ടുവരില്ലേ ക്യാപിറ്റലായിട്ട്, അതാണ് ഇവിടെ പറയുന്നത്. ഹു കോൺട്രിബ്യൂട്ടഡ് മണി ഓർ മണീസ് വർത്ത് ടു എ കോമൺ സ്റ്റോക്ക് ആൻഡ് എംപ്ലോയ് ഇറ്റ് ഇൻ സം ട്രേഡ് ഓർ ബിസിനസ്. അത് കൊണ്ടുവരുന്നത് ഒരു ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ട്രേഡ് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് അവരതെന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ഷെയർ എടുക്കുകയും അത് ഷെയർ എടുക്കുന്നത് പ്രോഫിറ്റ് അറൈസ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഷെയർ എടുക്കുകയും ലോസ് ആണെങ്കിൽ അത് അവർ സഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ലോർഡ് ജസ്റ്റിസ് ലിൻലി എന്ന ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ. സോ എ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ടഡ് മണി ഓർ മണീസ് വർത്ത് ടു എ കോമൺ സ്റ്റോക്ക് ആൻഡ് എംപ്ലോയ് ഇറ്റ് സം ട്രേഡ് ഓർ ബിസിനസ് ആൻഡ് ഹു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറൈസിങ് ദെയർ ഫ്രം. ഇനി അക്കോർഡിംഗ് ടു WH ഹാനെ എന്ന ഒരാൾ, WH ഹാനെ എന്ന് പറയുന്ന ഒരാൾ കമ്പനിയെ പറ്റിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നിരിക്കുന്നത് നോക്കാം. A company is an incorporated association
which is an artificial person created by law, having separate legal entity with a perpetual succession and a common seal. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കമ്പനി ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അത് ലോയിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഒരു കൃത്രിമമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ നിയമത്തിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഒരു പ്രത്യേക, അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അത് ലോയോട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ആൻഡ് ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നിയമം തന്നെ. അപ്പോൾ നമ്മളെ കമ്പനീസ് ആക്ട് പറയുന്ന പോലെ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു നിയമം കമ്പനിക്ക് ഉണ്ട്. ആൻഡ് വിത്ത് എ പെർപ്പച്വൽ സക്സഷൻസ്. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ലൈഫാണ്. ഒരു ഇപ്പം ബോർഡ് ഓഫ് മെമ്പേഴ്സൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും അതിന് മെമ്പേഴ്സ് എല്ലാം മരിച്ചു പോയോ അല്ലെങ്കിൽ അവർ ഒഴിവായി പോയാൽ പോലും ഈ കമ്പനി അവിടെ നിലനിൽക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലൈഫാണ്, എത്ര കാലവും കമ്പനി നിലനിൽക്കും. ആൻഡ് എ കോമൺ സീൽ, നമ്മളെല്ലാം സൈൻ ചെയ്യുന്നില്ലേ, അതുപോലെയാണ് കമ്പനിക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. ആ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആ കമ്പനിയിലെ കോമൺ സീൽ ഉപയോഗിച്ചിട്ടായിരിക്കും. ആ കോമൺ സീലിന് അതിൻ്റെ കമ്പനിയുടെ സിഗ്നേച്ചർ വാലിഡിറ്റി ഉണ്ടായിരിക്കും. A company is an incorporated association which is an artificial person created by law, having separate legal entity with a perpetual succession and a common seal. ഇതാണ് ഒരു ഡെഫിനിഷനായിട്ട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി കമ്പനിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനിൽ തന്നെ ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് ഓരോന്നോരോന്ന് നോക്കാം. ഒന്നാമത്തെ പറയുന്നത് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്. ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവറി കമ്പനി മസ്റ്റ് ബി കമ്പൽസറി രജിസ്റ്റേർഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് അണ്ടർ കമ്പനീസ് ആക്ട് 2013. 2013 കമ്പനി ആക്ട് പ്രകാരം എല്ലാ കമ്പനികളും നിർബന്ധമായിട്ട് കമ്പൽസറി രജിസ്റ്റർ ചെയ്തിരിക്കണം. അക്കോർഡിംഗ് ടു സെക്ഷൻ 3, ദി മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ഫോർ ഫോമിംഗ് എ പ്രൈവറ്റ് കമ്പനി ഈസ് 2. സെക്ഷൻ 3 പ്രകാരം, കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 3 പ്രകാരം ഒരു കമ്പനി ഫോം ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിൽ മിനിമം 2 ആൾ ഉണ്ടായിരിക്കണം. പബ്ലിക് കമ്പനീൻ്റെ കേസിൽ അത് 7 ആണ്, 7 പേരാണ് മിനിമം വേണ്ടിയിട്ടുള്ളത്. അതുപോലെ 1 പേഴ്സൺ കമ്പനി, നമ്മളൊക്കെ അറിയാം 2013 വന്നിരിക്കുന്ന അമെൻമെൻറ്റിൽ വന്നതാണ് 1 പേഴ്സൺ കമ്പനി എന്നൊരു പ്രത്യേക ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മിനിമം. രണ്ടാമതായിട്ട് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ദി കമ്പനി ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം ദി മെമ്പേഴ്സ് ഹൂ ഫോംഡ്. കമ്പനി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അതിൻ്റെ മെമ്പേഴ്സും കമ്പനി എന്ന് പറയുന്നതും രണ്ട് വ്യക്തികളാണ്. കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റി ബൈ ലോ. ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്, അത് ലോയിലൂടെ നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, അത് ലോയിലൂടെ നിർമ്മിക്കപ്പെട്ടതാണ്. അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ കമ്പനിയും മെമ്പേഴ്സും സെപ്പറേറ്റ് ആൾക്കാരാണ്, എൻറ്റിറ്റികളാണ് എന്നർത്ഥം. അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇത് രണ്ടുപേരും ഒരാളല്ല എന്നാണ് അതിൻ്റെ മീനിങ്. മനസ്സിലായില്ലേ? സോ ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. മൂന്നാമതായിട്ട് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ കൃത്രിമം എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലേ? എ കമ്പനി ബീയിങ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഈസ് ഡിപ്പെൻഡ് ഓൺ നാച്ചുറൽ പേഴ്സൺ സച്ച് ആസ് ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ഫോർ ഇറ്റ്സ് ഡേ ടു ഡേ ഫങ്ഷനിങ്സ്. ഹൗവർ ദി കമ്പനി വിത്തൗട്ട് സഫർ ഫ്രം ഇൽനെസ്, ഓൾഡ് ഏജ് ആൻഡ് ഡെത്ത്. ഒരു കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ആ കമ്പനി നമ്മൾ പറഞ്ഞ പ്രത്യേക നിയമപ്രകാരം ഉണ്ടാക്കിയതാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ള ആളുകളെ പോലെ ഉള്ളതല്ല ഒരു കമ്പനി. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം അസുഖം വരാം, അല്ലെങ്കിൽ നമുക്ക് പ്രായമാവാം അല്ലേ? മനുഷ്യന്മാരാകുമ്പോൾ അതിൽ പ്രായം വരാം, ഇൽനെസ് വരാം, അസുഖം വരാം, ഡെത്ത് സംഭവിക്കാം. പക്ഷെ ഇതൊന്നും ഒരു കമ്പനിക്ക് പറ്റില്ല. കാരണം ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ലോയിലൂടെ ക്രിയേറ്റ് ചെയ്ത്. ഇത് ജീവനില്ല അല്ലേ? ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ലോയിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ഒരു എന്താ പറയുക,
നമ്മുടെ മനുഷ്യന്മാരിൽ സംഭവിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല. കാരണം അതിനൊരു ബോഡി ഉണ്ടാവില്ല, ഒരു സോൾ ഉണ്ടാവില്ല, അല്ലെ ഒരു ആത്മാവോ അതൊന്നും ഇല്ല. ഒരു മനുഷ്യൻ്റെ പോലെയല്ല. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ലോയിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. ദിസ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ ദീസ് കമ്പനീസ് which incorporated with limited liability. It should be noted that liability of the company is unlimited, but the liability of the members is limited. ഈ ലാബിലിറ്റി ഓഫ് ദി കമ്പനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ടൈപ്സ് ഓഫ് കമ്പനീസിലേക്ക് വരുമ്പം. അതിൽ ഓരോരോ കമ്പനി ലിമിറ്റഡ് ബൈ ലാബിലിറ്റി, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം സാധാരണ നമ്മുടെ ഒരു കമ്പനിക്ക്, ഒരു ലിമിറ്റഡ് കമ്പനിക്ക് ലിമിറ്റഡ് ലാബിലിറ്റിയാണ്. അതുപോലെ അൺലിമിറ്റഡ് ലാബിലിറ്റീസ് ഉള്ള കമ്പനികളും ഉണ്ട്. അത് പാർട്ട്ണർഷിപ്പ് എല്ലാം വരുമ്പം നമുക്ക് അൺലിമിറ്റഡ് ലാബിലിറ്റിയാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ ജനറൽ കേസിൽ ഒരു കമ്പനിക്ക് ലിമിറ്റഡ് ലാബിലിറ്റി ആണെന്ന് പറയാം. സോ ദിസ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ ദീസ് കമ്പനീസ് വിച്ച് ഇൻകോർപ്പറേറ്റഡ് വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി. ലിമിറ്റഡ് ലാബിലിറ്റിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന പല ടൈപ്പ് ലാബിലിറ്റികളുണ്ട്. അൺലിമിറ്റഡ് ലാബിലിറ്റി ഉണ്ട്, ലിമിറ്റഡ് ലാബിലിറ്റി ഉണ്ട്, ലാബിലിറ്റി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, അതുപോലെ ഗ്യാരണ്ടി, ഇങ്ങനത്തെ കുറേ ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അടുത്ത ക്ലാസ്സുകളിൽ ടൈപ്സിൽ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പം സാധാരണ രീതിയിൽ കമ്പനീസിൻ്റെ ലാബിലിറ്റി പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. So limited liability of members, it should be noted that the liability of the company is unlimited, but the liability of the members is limited. അതിൻ്റെ മെമ്പേഴ്സിന് അതിൽ എന്തായിരിക്കും, ലിമിറ്റഡ് ആയിട്ടുള്ള ലാബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ കമ്പനിയുടെ കേസിൽ അൺലിമിറ്റഡ് ലാബിലിറ്റി, കാരണം എല്ലാ ബാധ്യതകളും കമ്പനിയുടെ പേരിലാണ് ഉണ്ടാവുക. പക്ഷേ മെമ്പേഴ്സിന് അത് ലിമിറ്റഡ് ആയിരിക്കും. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സെഷനിൽ ടൈപ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇവിടെ പറയാത്തത്. സെപ്പറേറ്റ് പ്രോപ്പർട്ടി. The shareholders of the company cannot be described as the owners of the property of the company belong to the company, not to the shareholders. ഈ കമ്പനിയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് ആയിരിക്കും. മെമ്പേഴ്സിന് അത് ഡിഫറെൻ്റ് ആയിരിക്കും, സെപ്പറേറ്റ് ഓണർഷിപ്പ് ആയിരിക്കും. അതിൽ ഓണർഷിപ്പ് ഉണ്ടായിരിക്കാം, പക്ഷേ എന്തായിരിക്കും, പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് ആയിരിക്കും. ഇതിനടുത്തത് പറയുന്നത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. In case of public company, the shares are freely transferable, but in case of private company, there will be certain restrictions of transferability of shares. അപ്പം പബ്ലിക് കമ്പനിയുടെ കേസിലാണെങ്കിൽ ഷെയർസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ എന്താണ്, ഇറ്റ് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. നമുക്കൊരു ഷെയർസ് വേറൊരു ഷെയർസായിട്ട് എന്ത് ചെയ്യാം, വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പം ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പബ്ലിക് കമ്പനിയുടെ കേസിൽ. പക്ഷേ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ എന്തായിരിക്കും, ദർ ആർ റെസ്ട്രിക്ഷൻസ്. നമ്മൾ ഷെയർ ചെയ്യാനെല്ലാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനെല്ലാം അതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതാണ് പറയുന്നത്. അതാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസിൽ പറയുന്നത്. ദെൻ പെർപച്വൽ സക്സഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മെമ്പേഴ്സ് മേ കം, മെമ്പേഴ്സ് മേ ഗോ, ബട്ട് ദി കമ്പനി ഗോസ് ഓൺ ഫോർ എവർ. ചിലപ്പം മെമ്പേഴ്സും അതിലുള്ള ഡയറക്ടേഴ്സ് എല്ലാം ചിലപ്പോൾ മരിക്കുന്നുണ്ടായിരിക്കാം, പിരിഞ്ഞു പോകുന്നുണ്ടായിരിക്കാം, അല്ലേ, അങ്ങനെല്ലാം സംഭവിക്കും. പക്ഷെ അപ്പോൾ എന്ത് ചെയ്യും, പുതിയ ആൾക്കാർ വരും. പുതിയ ആൾക്കാരിൽ അവരുടെ ടേം കഴിഞ്ഞ് അവരും പോവും. ചിലപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വരും. പക്ഷേ കമ്പനി അവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്ന അർത്ഥം. കമ്പനിക്കൊക്കെ ഒരിക്കലും ഡെത്ത് സംഭവിക്കുന്നില്ല, കമ്പനി നിലനിന്നുകൊണ്ടിരിക്കും. പക്ഷേ മെമ്പേഴ്സ് എല്ലാം ചിലപ്പം വരാം, പോവാം, എന്തു വേണമെങ്കിൽ സംഭവിക്കാം. സോ കമ്പനിക്ക് പെർപച്വൽ സക്സഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിലനിൽപ്പുണ്ട്. അതിന് പ്രത്യേക എന്താണ് പറയുക, മനുഷ്യനെ പോലെ ഒരു ഡെത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. പിന്നെ പറയാനുള്ളതാണ് കോമൺ സീൽ. കോമൺ സീലിൽ ദി ഒഫീഷ്യൽ സിഗ്നേച്ചർ ഓഫ് ദി കമ്പനി ഈസ് കോൾഡ് കോമൺ സീൽ. നമ്മളൊക്കെല്ലാം ഒരു സിഗ്നേച്ചർ ഉണ്ടല്ലേ, നമ്മളെല്ലാം സൈൻ ചെയ്യാറുണ്ട് പെന്നൊക്കെ ഉപയോഗിച്ചിട്ട്. പക്ഷേ കമ്പനിക്ക് അങ്ങനെ അത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് കമ്പനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല, അല്ലേ, അതിന് ജീവനില്ല.
അപ്പോൾ കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് അതിന് സീലായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെ കോളേജുകൾക്കും അതുപോലത്തെ ഇവിടുത്തെ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കെല്ലാം ഒരു സീലുള്ളത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് ആ സീലായിരിക്കും. ദി ഒഫീഷ്യൽ സിഗ്നേച്ചർ ഓഫ് ദി കമ്പനി ഈസ് കോൾഡ് കോമൺ സീൽ. ഒഫീഷ്യൽ സിഗ്നേച്ചറാണ് ആ കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചറാണ് ആ കോമൺ സീൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മെറ്റൽ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ റബ്ബർ സ്റ്റാമ്പ്. അപ്പോൾ ഈ കോമൺ സീൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ സിഗ്നേച്ചറാണ്. അതിന് നല്ല വാലിഡിറ്റി ഉണ്ട്. കമ്പനിയുടെ സിഗ്നേച്ചർ ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ എല്ലാ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിനും ഈ സീലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് അതർ ഫീച്ചേഴ്സിൽ പറയുന്നു ഇറ്റ് ഈസ് എ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലീഗൽ പേഴ്സൺ ആണ് കമ്പനി എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറയുന്നത് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഇതൊരു ലീഗൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കേസെല്ലാം ഉണ്ടെങ്കിൽ കമ്പനിയുടെ പേരിൽ കേസ് വരാനും കൊടുക്കാനും പറ്റും. കമ്പനിക്ക് വേറെ ഏതെങ്കിലും കേസ് കൊടുക്കാനോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുക്കാനോ എല്ലാം സാധിക്കും. കാരണം ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ അല്ലേ. ലീഗലി ഉള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം? കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യാനോ സ്യൂ ചെയ്യാനോ എല്ലാം സാധിക്കും. കമ്പനിയുടെ പേരിലും എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റെഫർ ടു ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദി കമ്പനി. എമൗണ്ട് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ദാറ്റ് ക്യാൻ ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ്. The company large number of shareholders are there, it can raise huge amount by the way of share from among the shareholders. കമ്പനി എപ്പോഴും ഫണ്ടെല്ലാം റേസ് ചെയ്യുന്നതും ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തു നിന്നെല്ലാം മേടിച്ചിട്ടാണ് അല്ലേ. ഷെയർസ് എല്ലാം ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്നെല്ലാമാണ് കമ്പനീസ് ക്യാപിറ്റൽ എല്ലാം റേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഷെയർ എല്ലാം ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഒരുപാട് ക്യാപിറ്റൽ എല്ലാം ഏൺ ചെയ്യുന്നുണ്ട്. അതെല്ലാമാണ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എല്ലാവരും ഒരു വളണ്ടറി അസോസിയേഷൻ എല്ലാവരും കൂടി ചേർന്ന് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു കമ്പനി തുടങ്ങുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഇറ്റ് ഈസ് എ വളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈൻഡിങ് അപ്പ് പറയുന്നു. വൈൻഡിങ് അപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദി കമ്പനി ലൈഫ്. കമ്പനി പിരിച്ചു വിടുമ്പോൾ അതിനെയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രൊസീഡിങ് ബൈ വിച്ച് എ കമ്പനി ഡിസോൾഡ്. ഒരു കമ്പനി ഡിസൊല്യൂഷൻ സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിനെ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അസറ്റുകളും അതെല്ലാം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനും ഓണേഴ്സിനും എല്ലാം അത് ഡിവൈഡ് ചെയ്തിട്ടെല്ലാം കൊടുക്കുന്നു. ഇത്രയാണ്. അതിന് ഒരുപാട് ലീഗൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഒരു കമ്പനി, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു കമ്പനിയെക്കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ടൈപ്പുകൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.